ഇന്നത്തെ എപ്പിസോഡല്ല ബിഗ് ബോസ് കുടുംബാംഗങ്ങളും പ്രേക്ഷകരും ഏറെ ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന ആ ഒരു ടാസ്ക് എത്തുകയാണ്. ടിക്കറ്റ് ടു ഫിനാലയിലെ തുടക്കം. ഇന്ന് ലാലേട്ടൻ്റെ മുന്നിലാണ് തുടക്കം കുറിക്കുന്നത്. ഗംഭീര ടാസ്ക് ഇന്ന് വരുന്നുണ്ട്. ഇത് വെറും സാമ്പിളാണ് എന്ന് നമുക്ക് വിചാരിക്കാം. ഇനിയും ഗംഭീരമായിട്ടുള്ള ടാസ്കുകളാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ വരുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ടിക്കറ്റ് ഓഫ് ഫിനാലിലെ തുടക്കം ഇന്ന് ആക്ടിവിറ്റി ഏരിയയിൽ ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് അരങ്ങേറുകയാണ്. ഇതിൽ ദുഃഖകരമായിട്ട് അല്ലെങ്കിൽ ഒരു അയ്യോ പാവം എന്ന് തോന്നിപ്പോകുന്നത് ലക്ഷ്മിയും ഇന്നത്തെ ടിക്കറ്റ് ഓഫ് ഫിനാലയിലെ തുടക്കത്തിൽ മത്സരിക്കുന്നുണ്ട്. ഇന്ന് തുടക്കം കുറിക്കുന്നു. ആക്ടിവിറ്റി ഏരിയയിൽ ഒരു ബ്രിഡ്ജ് പോലെയുണ്ട്. അത് ബാറ്റും മുകളിൽ ചെറിയൊരു പ്ലാസ്റ്റിക് ബോളും വെച്ചിട്ട് നടക്കുന്നു. തൊട്ട് ഓപ്പോസിറ്റായിട്ട് എതിർവശത്തായിട്ട് ഒരു ഗ്ലാസ് ബൗളുണ്ട്. ആ ബൗളിൻ്റെ ഉള്ളിലേക്ക് ഈ ബോൾ ഇടുക എന്നുള്ളതാണ് ഇന്നത്തെ ടാസ്ക്. വളരെ സിമ്പിളായിട്ടുള്ള ടാസ്ക് എന്നൊന്നും പറയാൻ പറ്റില്ല. ബോൾ അത് മൂവ് ചെയ്യുന്നുണ്ട്. പതുക്കെ പാലത്തിലൂടെ നടക്കാൻ പറ്റുള്ളൂ. കാലക്കിളങ്ങും, താഴെ വീഴും, സ്വയം വീഴാനും ബോൾ വീഴാനും ഒക്കെ സാധ്യതയുണ്ട്. ഈ ഒരു 10 ടാസ്കുകൾ ഉണ്ടാവും. അങ്ങനെയാണല്ലോ സാധാരണ. നമുക്ക് നോക്കാം എങ്ങനെയൊക്കെ ആയിരിക്കും, ആരൊക്കെ ആയിരിക്കും, എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ടിക്കറ്റ് ഫിനാലെ എത്തിക്കഴിഞ്ഞു. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടിയാലും ബീൻ ബാഗിന് കിട്ടാതിരിക്കണം എന്നാണ്. വെറുതെ ചുമ്മാ ബീൻ ബാഗിൽ നിന്ന് ചിരിച്ച് നിന്നവരൊക്കെ ടിക്കറ്റ് ഫിനാലെ മേടിച്ച് ഗ്രാൻഡ് ഫിനാലെ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കി, അല്ലെങ്കിൽ ഗ്രാൻഡ് ഫിനാലെ എപ്പിസോഡിൽ നിൽക്കുന്ന ഒരു കാര്യം ആലോചിച്ച് നോക്കി. അവരൊന്നും അല്ല വരേണ്ടത്. ടിക്കറ്റ് ഫിനാലെ അവർക്കൊന്നും കിട്ടല്ലേ എന്ന് വിചാരിക്കാം. നൂറയാണെങ്കിലും സാബുമാൻ ആണെങ്കിലും ഇവർക്ക് ആർക്കും ടിക്കറ്റ് ഫിനാലെ കിട്ടരുതെന്നാണ് എൻ്റെ മനസ്സിൽ. കാരണം വെച്ചാൽ കളിക്കുന്നവർ കുറേ പേരുണ്ട്. അവർക്കൊക്കെ കിട്ടട്ടെ, അർഹതയുള്ളവർക്ക് ടിക്കറ്റ് ഫിനാലെ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി തന്നെ ആഗ്രഹിക്കുന്നു. നമുക്ക് നോക്കാം എന്താ സംഭവിക്കുക എന്നെല്ലാം കാത്തിരുന്ന് തന്നെ കാണാം. അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.